പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത് ഇപ്പോൾ എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസന മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിൽ പോയിൻ്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവെ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറിവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ്, ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനാ ഈ നിമിഷം ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഐശയ്യാ 53:4 അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്ത് വിഷയത്തിനാൽ ഈ ക്രിസ്തുവിൻ്റെ മിശിഹ എന്ന രീതിയിൽ സഹനദാസൻ എന്ന ക്രിസ്തുവിൻ്റെ ദൗത്യ നിർവഹണത്തെക്കുറിച്ച് ഐശയ്യാ 700 കൊല്ലം മുമ്പ് നടത്തിയ ഒരു പ്രവചനമാണിത്. അവൻ വഹിച്ചത് കുരിശായി മുൾക്കിയുടെ മരത്തിലാൽ മുറിവായി അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളാണ്, നമ്മുടെ വേദനകളാണ്. എൻ്റെ ദൈവത്തിലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് ഇപ്പം എനിക്കാണെങ്കിൽ എൻ്റെ സമയത്ത് ഓർക്കുകയും ആൾക്കാർ എന്നെക്കുറിച്ച് എന്നാ ധരിക്കും, എന്താണ് എപ്പോഴും രോഗശാന്തി എന്നും പറഞ്ഞ് ആൾക്കാരെ നിൽക്കുന്നുണ്ട്.
എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും കുറേ പേര് അതിൽ അവരുടെ വിശ്വാസബോധം അനുസരിച്ചും ദൈവത്തിൻ്റെ ഇടപെടലനുസരിച്ചൊക്കെ സൗഖ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്, അത് സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ രോഗം ഒഴുതുങ്ങിയിട്ട് നേരമില്ല, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്ത് വിഷയം എന്ന് പറയുന്നത്, അവൻ്റെ മുറിവിലാണ് നമ്മൾ സൗഖ്യപ്പെട്ടെന്ന് പറയത്തില്ലേ. അപ്പോൾ അവൻ്റെ മുറിവിൽ അതൊരു വചനമാണ്. യെശയ്യാ 53:5. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ഇത് തന്നെ ഇതിൽ നമ്മുടെ 1:10-2:24 1:10-2:24. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അപ്പം അവന്റെ മുറിവിലാണ് സൗഖ്യം. ഞാൻ ചില സമയത്ത് ഓർക്കും, എന്തുകൊണ്ടാണ് ഇപ്പം എനിക്ക് കിഡ്നി ഡിസീസ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ ഒരു കാലിലൊരു വ്രണം ഉണ്ടായിട്ട് ഇപ്പോൾ 1.5 മാസമായി, പൊറുക്കണില്ല. രാത്രി ആകുമ്പോൾ കുളിയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന്. മരുന്ന് കഴിച്ചിട്ടും അതിനകത്ത് വലിയ ഗുണങ്ങളൊന്നുമില്ല. ആ വേദനയും രോഗവും നീർക്കട്ടലൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ആൾക്കാരിൽ നിന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പലതരത്തിലുള്ള ശരീരവേദനയും പനിയും ഉറക്കമില്ലായ്മയൊക്കെ വരും. ഇതിൻ്റെ വിഷയം എന്ന് പറയണത് പലപ്പോഴും ഈ വൂണ്ടഡ് ഹീലർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് എടുത്തതാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തണം. ക്രിസ്തുവിൻ്റെ എല്ലാ കാര്യം നമ്മളെ ആക്ച്വലായിട്ട് നമ്മൾ എന്താ സംഭവിക്കണത്, നമ്മളെ വിശ്വാസത്തിൽ മഹാരഹസ്യങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ മരണം ഞങ്ങൾ വിശ്വസിക്കും. മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നല്ലേ പറയണത്. നമ്മൾ കുർബാനയ്ക്ക് എത്രയോ പ്രാവശ്യമാണ് നമ്മൾ മരണം പ്രഖ്യാപിക്കണം. വരെ അറിഞ്ഞിട്ട് പറയണതാണ്. മരണം പ്രഖ്യാപിക്കണത് എങ്ങനെയാണ്? അവൻ്റെ മുറിവ് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അവൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ പ്രഖ്യാപിക്കണത്. അത് ക്രിസ്ത്യാനി കറക്റ്റായിട്ട് മനസ്സിലാക്കണം ആ വിഷയം. നമ്മൾ മുറിവ് സുഖപ്പെടുത്താനാണ് അവനെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല വിഷയം. ഇനി കുറച്ചുകൂടി മച്ചുവറായി കഴിയുമ്പോൾ, വിശ്വാസം മച്ചുവറായി കഴിയുമ്പോൾ വേറെ തിരിച്ചു വരുന്നത് എന്താണ്? അവൻ്റെ മുറിവ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതിന് അവൻ്റെ മരണം പ്രഖ്യാപിക്കുക എന്ന് പറയും. എന്താണ്? അവൻ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ പ്രഖ്യാപിക്കണേ. അപ്പോൾ ആ പ്രഖ്യാപിക്കുമ്പോൾ അവൻ ആ മരണം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക. 2:4 യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഈ പൗലോസ് അപ്പോസ്തലന് ഗ്യാസ്ട്രിക് അൾസർ ആയിരുന്നു, കുടലിൽ പുണ്ണായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതമാർ പറയണത്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയണത് എന്താണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മരണം സംവഹിക്കുന്നുവെന്ന്. അതാണ് വിഷയം. പീഡാനുഭവ കാലത്ത് കുറച്ച് വിവരമുള്ള ക്രൈസ്തവരാകാൻ നോക്കണം നമ്മളെ. അല്ലാതെ കുരിശിൻ്റെ വഴിയിൽ നടത്തി പാട്ടും പാടി ഓരോരോ വിഷയം വരുമ്പോൾ കന്നേ കാളെന്ന് പറഞ്ഞ് നിരയും വിളിച്ച് മാതാവിനെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് കർത്താവിൻ്റെ മരണം ഞാൻ എൻ്റെ ശരീരത്തിലെ അവൻ്റെ ജീവൻ എന്നിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി അവൻ്റെ മരണത്തെ ഞങ്ങൾ സംവഹിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അപ്പോസ്തലിക പാരമ്പര്യം എന്ന് പറയണത്. നമ്മൾ അപ്പോസ്തലിക ചർച്ച എന്ന് സഭയെന്ന് പറയുമ്പോൾ അപ്പോസ്തലിക പാരമ്പര്യത്തിലുള്ള സഭയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ദൈവം എനിക്കങ്ങനെ വന്ന് വരുത്തിയല്ലോ, ഞാൻ പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്നിട്ട് എനിക്ക് അപകടം സംഭവിച്ചല്ലോ എന്ന് അങ്ങനെയൊന്നും പറഞ്ഞ് ഓരോ ദൈവത്തിനെ പ്രതികൂട്ടിലാക്കാൻ നോക്കരുത് ഒരിക്കലും. വേദപാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചത് മാത്രമല്ല, അത് ടെക്സ്റ്റ് ബുക്കുകളാണ്. ജീവിതമാണ് ജീവിത അനുഭവങ്ങളാണ് വേദപാഠം എന്ന് പറയുന്നത്. അതിൽ എല്ലാ കാലവും മാതാവിന് എല്ലാ അനുഭവങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ളതാണെങ്കിൽ നമുക്കും
എല്ലാ അനുഭവങ്ങളും ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ഏറ്റെടുത്ത് പ്രഘോഷിക്കാനും പ്രഖ്യാപിക്കാനും അതുവഴി ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ പ്രകടമാകാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി ഭാഗമായിട്ട് സ്വീകരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്താണ് പ്രലോഭനത്തെ പറയണത്? എന്താണ് ഈശോയുടെ പ്രലോഭനങ്ങളിൽ ഒന്നാമത്തെ പ്രലോഭനം എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 4:3. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ. കണ്ട, ഈശോയോട് എന്താ, ഇവൻ ദൈവപുത്രനാണെന്നല്ല നേരത്തെ പറഞ്ഞത്. അതാണ് ഇപ്പൊ വീണ്ടും ക്വസ്റ്റബിൾ ആയിരിക്കണത്. സ്റ്റാറ്റസിന്റെ പ്രോബ്ലമാണിത്. എന്താണ്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ എന്ന് പറഞ്ഞില്ല. ആര് പറഞ്ഞു? പരമപിതാവ് പറഞ്ഞു. അപ്പോൾ അത് സ്റ്റാറ്റസ് ബ്രാൻഡഡായി. എന്നിട്ട് സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ ഉടനെ കാലാവസ്ഥ ഭേദം ഉണ്ടാവും. ദൈവത്തിൽ എനിക്കും ഉണ്ടാവും, നിനക്കും ഉണ്ടാവും. നിൻ്റെ സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് അങ്ങനെ നിൽക്കത്തില്ല. ആ സ്റ്റാറ്റസിൻ്റെ വാല്യൂ എന്താ, പ്രൈസ് എന്താണ്, അത് നമുക്ക് കൊടുക്കേണ്ടി വരും. ബൈബിളിൽ ഓശാരം ഒരു സൗജന്യം ഇടയ്ക്ക് വിളിച്ച് പറയണമെന്നല്ലാതെ ഒരു സൗജന്യമില്ല. സത്യം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. സൗജന്യം എന്ന് ഇടയ്ക്ക് വിളിച്ച് പറയാം ബൈബിള്. പക്ഷെ ഒരു സാധനം സൗജന്യമില്ല, എല്ലാം പേയ്മെൻറ്റാണ്. എല്ലാം ഇപ്പം തന്നെ നോക്കിയേ, ദിസ് ഇസ് മൈ ബിലവഡ് സൺ സ്റ്റാറ്റസാണ്. പക്ഷെ ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറയും. എന്താ കാര്യം? ഈ സ്റ്റാറ്റസ് അവിടെ ചെല്ലുമ്പോൾ പിശാച് വീണ്ടും വരും രംഗത്ത്. ഈശോയുടെ ആന്തരിക സംഘർഷങ്ങൾ തന്നെ ഈ രീതി ഇതിന് സമാന്തരമായി സഞ്ചരിക്കുന്നതാണ്. എന്താ ചോദിക്കണത്? സ്റ്റാറ്റസിനെ ഡാമേജ് ചെയ്യാൻ പോവുകയാണ്. എന്താ പറയണത്? നീ ദൈവപുത്രനാണെങ്കിൽ. അപ്പം അതല്ല സ്റ്റാറ്റസ്. ജ്ഞാനസ്ഥാനത്തിൽ അപ്പം കൊടുത്ത സ്റ്റാറ്റസ് എന്താണ്? ദിസ് ഈസ് മൈ ബിലോഡ് സൺ. എന്നെ നിന്നെയും കുറിച്ച് അപ്പന് തന്നെ കൊടുക്കണത്. അപ്പോൾ പിന്നെ പക്ഷേ അത് ഇങ്ങനെ ആഡംബരമായിട്ട് സൗജന്യമായി എടുത്ത് അണിയാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ പൈസ കൊടുക്കാൻ പറയും. കോട്ടിട്ട് അടക്കണ്ട, ഉടനെ കാശ് തരാൻ പറയും. നീ ദൈവപുത്രനാണെങ്കിൽ എന്താ പറയേണ്ടത്? ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. അപ്പം അതായത് ഈ സ്റ്റാറ്റസ് ഒന്നെങ്കിൽ ലോ ചെയ്യാൻ പറയും. എന്നിട്ട് മാന്ത്രികൻ്റെയും അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ നേടുന്നതിൻ്റെ ഈ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നേടുന്നതിൻ്റെ, മറ്റുള്ളവരുടെ അംഗീകാരം പിടിച്ചു പറ്റുന്നതിൻ്റെ ഒരു പ്രലോഭനത്തിലേക്ക് ഈശ്വരനെ കൊണ്ടുപോയി. നീ ദൈവപുത്രനാണെങ്കിൽ. അപ്പോൾ ഈ ദൈവപുത്രനാണെന്നുള്ള സ്റ്റാറ്റസ് തെളിയിക്കാൻ വേണ്ടി നമുക്കൊരു പ്രലോഭനം അയാൾ തരും. ഒരു പ്രലോഭനം നമുക്ക് തരും.
അത് നമ്മുടെ ഭക്തിയാകാം, നമ്മുടെ പ്രാർത്ഥനയാകാം. അതുകൊണ്ടാണ് എൻ്റെ മക്കൾ പറയണത്, നിങ്ങൾ ആവശ്യമില്ലാതെ അടയാളങ്ങൾ ചോദിക്കുക എന്ന് പറയും. ആവശ്യമില്ലാതെ അടയാളം ചോദിക്കുക ദൈവത്തിലേക്ക്. ഒത്തിരി പേര് ആവശ്യമില്ലാതെ അടയാളം ചോദിക്കേണ്ടത് നമ്മുടെ തന്നെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നറിയാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു മോള് മാതാവിന് ഒരു പണി കൊടുക്കാമെന്ന് വേണ്ടി, നടക്കത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഇതൊക്കെ വരെ നടക്കുക എന്നറിയാൻ വേണ്ടി എനിക്ക് വീടില്ലെന്ന് എഴുതി വെച്ച്, ഉടമ്പടിയിൽ വീടില്ലെന്ന് എഴുതി വെച്ച്, കിട്ടിയില്ലെന്നറിയാം. ഇവിടെ വന്നപ്പോൾ അത് അതായത് നടക്കാത്തൊരു കാര്യമാണെന്ന് അവളുടെ മനസ്സിലുണ്ട്. പക്ഷെ അതേസമയം തന്നെ അത് നടക്കാത്തതിലൂടെ ഉടമ്പടി തെറ്റാണെന്ന് ധരിക്കാനുള്ള ഒരു ലോകാരുമ്യം കൂടി അവളുടെ മനസ്സിലുണ്ട്. അവളങ്ങനെ ചിന്തിക്കാൻ കാര്യം ദുഷ്ടബുദ്ധി ആയതുകൊണ്ട് ചിന്തിക്കുകയല്ല, അവർക്ക് ഈ ജന്മത്തൊരു വീട് കിട്ടാനുള്ള സാധ്യതയില്ല, അതുകൊണ്ടാണ്. പിന്നെ മുട്ടക്കണ്ണൻ്റെ മാവിട്ടെറിയ പോലെ ഒരു എറിഞ്ഞ് നോക്കിയതാണ്. പക്ഷെ എറികൊണ്ട് 2 ആഴ്ചക്കുള്ളിൽ അവർക്ക് വീട് സെറ്റാകാനുള്ള തീരുമാനമായി. അപ്പോഴാണ് അവൾ ഞെട്ടിപ്പോയത്. അമ്മയെടുത്ത് വെറുതെ കാഷ്വലായിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പം ചില സമയത്ത് നമ്മൾക്ക് ഭക്തിയും പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ 2-3 തരം പ്രലോഭനങ്ങൾ വരും. ഒന്ന്, ദൈവത്തെ പരീക്ഷിക്കാൻ നമുക്ക് തോന്നും. ചിലപ്പോൾ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതല്ല പ്രശ്നം. ഒരടയാളം കിട്ടിയതിന് ശേഷം ഞാൻ ദൈവത്തേക്ക് വരാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ വന്നില്ലെങ്കിലും ദൈവത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും എനിക്ക് മനസ്സിലാകാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിനെ പരീക്ഷിക്കരുത്. ദൈവത്തിനെ പരീക്ഷിക്കാൻ മനുഷ്യന്മാർക്ക് പണ്ട് മുതലേ ഉള്ള അതിന് മറുപടി എന്താ ഈശോ പറയണത്? 4:12 യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. ഇപ്പം മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു വിഷയമാണ് എന്താണ്? ദൈവത്തെ പരീക്ഷിക്കുക. അത് എല്ലാവരും ചെയ്യണത് എങ്ങനെയെന്നറിയാമോ? ആൾക്കാർ ഇതൊക്കെ ചെയ്യണത്, ദൈവം ആദ്യം ഒരു അടയാളം തരട്ടെ എന്ന് പറയും. ദൈവം ഒരു അടയാളം ആദ്യം തരട്ടെ. അപ്പം ആൾക്കാർക്ക് അത് ലോജിക്കാക്കാൻ നോക്കും ആൾക്കാർ. ദൈവം ഒരു അടയാളം ആദ്യം തരട്ടെ, അപ്പോൾ എൻ്റെ മാർക്ക് കൂടുക നോക്കട്ടെ. മാർക്ക് കൂടും, പക്ഷേ നീ ബ്രാൻഡഡ് ആകും. അതാണ് പ്രശ്നം. ദൈവം ഒരു അടയാളം തരട്ടെ എന്ന് മനുഷ്യനെ ജനിച്ച കാലം മുതൽ, ജനിച്ച കാലം മുതൽ മനുഷ്യന് ഈ ടെൻഡൻസി ഉണ്ട്. ഇപ്പം കുഞ്ഞുങ്ങളില്ല, അപ്പോൾ പിന്നെ പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ ജോലിയില്ല എന്നൊക്കെ നമ്മൾ വന്നിട്ട് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ ആൾക്കാർ രൂപക്കൂട് എടുക്കത്തില്ലേ? ഞങ്ങളുടെയൊക്കെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പെരുന്നാളിനൊക്കെ ആൾക്കാർ രൂപക്കൂട് എടുക്കും. അപ്പോൾ ഞാനിങ്ങനെ കാപ്പിയൊക്കെ ഇട്ട് രാജാവിനെ പോലെ രൂപക്കൂടിൻ്റെ പുറകെ നിൽക്കും. അച്ഛന്മാർ കൊണ്ടുപോകണത്. അതായത് നിൽക്കുമ്പോൾ ഈ രൂപക്കൂടെ ഇങ്ങനെ രൂപ എഴുന്നള്ളിപ്പുന്ന സമയത്ത് കുറേ മനുഷ്യരുണ്ടല്ലോ, രൂപ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ സമയത്ത് ഈ രൂപക്കൂട് താങ്ങിപ്പിടിക്കാൻ കുറേ ആൾക്കാരല്ലേ. അപ്പം നമുക്കവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും. വെച്ച് കഴിഞ്ഞാൽ ഈ രൂപക്കൂടി ഇരിക്കണ മിക്കവാറും 5-8 പേരുടെ തോളയിലായിരിക്കും. മറ്റണ്ണന്മാരൊക്കെ വെറുതെ പിടിക്ക് ഈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ, കൈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ. അവന്മാർ തൊടത്തില്ല. നേർച്ചോണ്ടെന്ന് പറഞ്ഞ് കയറി പിടിച്ച് തൂങ്ങിക്കിടക്കി. ഇനി അവന്മാരെ കൂടി നമ്മൾ തൂക്കി ഈ പാവപ്പെട്ട കൊണ്ടുപോകേണ്ടി വരും. ഈ ദൈവത്തിൻ്റെ അടുത്ത് കൈ കൊടുത്ത് നിൽക്കണ കുറേ ആൾക്കാരുണ്ട്. കൈ കൊടുത്ത് നിൽക്കും. അവന്മാർ വിശ്വാസപൂർവ്വം ഒന്നും എടുക്കത്തില്ല.
ഒരു കൈ കൊടുത്തിട്ടേക്ക്, നടക്കട്ടെ ഒക്കട്ടെ. ഞാൻ പിടിച്ചെന്നായി, തൊട്ടെന്നായി, കാവ്യെന്നായി പേരുണ്ട്, രൂപക്കൂട് കാവ്യ എന്ന പേരുണ്ട്. പക്ഷെ ഒരു കൂഞ്ഞാൻ വിരലിപ്പോലൊരു ഭാരം എടുക്കത്തില്ല. എഴുന്നള്ളത്തിന് നടക്കുന്ന സംഭവമാണ്. രൂപക്കൂട് കാവ്യൻ നേർച്ച ഉണ്ടെന്ന് ഞാൻ മാറി നിൽക്കണത്. അത് അവളില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എനിക്ക് നേർച്ചയെന്ന് പറയും. എന്ന് നേർച്ചയെന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ടിരിക്കുന്നത് കാവത്തില്ല, തൊട്ട് വെക്കും. രൂപക്കൂട് തൊടി, മറ്റുള്ളവർ കാവിക്കൊണ്ട് പോകുമ്പോൾ തൊടും. പലരുടെയും പത്തി ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊടുത്ത് വെക്കും. ഇത് ദൈവത്തെ, ഈ കൈകൊടുപ്പ് എന്ന് പറയണത് ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു 50-40% ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്. പ്രാർത്ഥിക്കും, ഒരു കൈ കൊടുത്തിട്ടേക്കും. പക്ഷെ അത് നടക്കണ്ടെന്നാ അങ്ങനെയൊന്നുമല്ല. അതായത് എന്തെങ്കിലും ഒരു അടയാളം കിട്ടി. ഇനി അടയാളം ഏറ്റവും വലിയ അപകടകാരികൾ ആരാണെന്നറിയാമോ? അപകടകാരികളെന്ന് പറയണത് അതേമാതിരി മൂത്ത മോന് അവിടെ, ഞങ്ങൾ ഗോവയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൊങ്ങണിയൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാൻ ഇത്തിരി പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അവിടെ പ്രിൻസിപ്പാൾ പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോൾ ഈ സ്കൂളിൽ, കാരണം MLA മിനിസ്ട്രിയൊക്കെ റെക്കമെൻഡേഷനും കൊണ്ട് വന്നിട്ട് പോലും ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ സ്കൂളിൽ നോക്കിക്കോ, കാരണം ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, ഡൊണേഷൻ തന്നാൽ കിട്ടുമോ? അപ്പോൾ പറഞ്ഞ് ഡൊണേഷൻ തന്നിട്ടൊന്നും കാര്യമില്ല, അഡ്മിഷനൊന്നും കിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നേരെ വേറെ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്ത്. എങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ച് എൻ്റെ മോന്, കാരണം ഇളയ മോന് അവിടെ LKGയിൽ അഡ്മിഷൻ കിട്ടിയായിരുന്നു ആ ടൈം. അപ്പോൾ മൂത്ത 2 പിള്ളേരും 2 സ്കൂളിലാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പ്രാർത്ഥന ഞാൻ മുടക്കിയതേ ഇല്ല. കാരണം 2 മക്കൾ ഒരു സ്കൂളിൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു, സ്കൂള് തുറക്കുമ്പോഴേക്കും എനിക്ക് എന്തായാലും എൻ്റെ മോൻ ആ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ തൊട്ട് പഠിക്കണം. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മെയ് മാസം ലാസ്റ്റ് ആയപ്പോൾ ആ സ്കൂളിൽ നിന്ന് എനിക്ക് ഫോൺ വരും, നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ വേണം എനിക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കാനാണ് ഒരു ലെറ്റർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പോയി സൈൻ ചെയ്ത്. അപ്പോൾ ഓഫീസിലെ സ്റ്റാഫ് എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാഡം ഇതെന്താ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞ്, ഞാൻ കുറച്ച് നാളുകൊണ്ട് ഈ സ്കൂളിലെ സ്റ്റാഫാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ കാണുന്നത്, സൈൻ മേടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഇതേമാതിരി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ല, ഈശോയോട് പ്രാർത്ഥിച്ച് എനിക്ക് നേടിത്തരണേന്ന് പ്രാർത്ഥിച്ചു. അതേമാതിരി എൻ്റെ ആഗ്രഹം മാതാവ് സാധിച്ചു തന്നു. നിഷി സാജൻ, ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ മാസത്തിലാണ്. ഞാൻ അതിന് മെയിനായിട്ട് എൻ്റെ മോൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അവന് 5 വർഷമായിട്ട് ഞങ്ങൾ പുറത്ത് പോയി പഠിക്കാനായിട്ട് നോക്കിയിട്ടൊന്നും നടന്നില്ല. +2 കഴിഞ്ഞപ്പം കാനഡയ്ക്ക് പോകാനായിട്ട് നോക്കി, പക്ഷേ നടന്നില്ല. അവസാനം ഞങ്ങൾ മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ പറഞ്ഞു വിട്ട് അവൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും ഞങ്ങൾ ശ്രമിച്ചു. എന്നിട്ടും ഓരോന്നും ഇങ്ങനെ നടക്കാതിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കോവിഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പം മൊത്തത്തിൽ അത് ഫ്ലോപ്പായി. പിന്നെ വീണ്ടും യൂറോപ്യൻ കൺട്രിയിലേക്ക് വെച്ചു, അതും നടക്കുന്നില്ല. 2 കൺട്രിയിലേക്ക് നമ്മൾ ഫീസ് അടച്ചു. എന്നിട്ട് അത് നടക്കാതെ വന്നപ്പോൾ അത് തിരിച്ച് നമുക്കത് ഇട്ടു തന്നു. വീണ്ടും യൂറോപ്യൻ കൺട്രി തന്നെ മാൾട്ട വെച്ചു. മാൾട്ട വെച്ച് കഴിഞ്ഞ് 15 പേര് ഒന്നിച്ചായിരുന്നു ഇവർ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിസയ്ക്ക് വെച്ചു 2 ആഴ്ച കഴിഞ്ഞപ്പം അതിൽ 5 പേർക്ക് പാസ്പോർട്ട് വന്നു. അതിലൊരാൾക്ക് മാത്രമേ വിസ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി 4ഉം റിജക്ഷനായിരുന്നു. അപ്പോൾ അവൻ അങ്ങ് വല്ലാണ്ട് ടെൻഷനായി. അവൻ പറഞ്ഞു, ഇല്ലമ്മ എനിക്ക് ഇത് കിട്ടത്തില്ല, ഇനി ഇതിന് വേണ്ടി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, എൻ്റെ 5 വർഷം എന്തായാലും പോയി, ഞാൻ ഇനി പഠിക്കണില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷനായി. അപ്പോഴും ഞാൻ പറഞ്ഞു, വേണ്ട മോനെ ടെൻഷൻ അടിക്കണ്ട, നടക്കും. ഞാൻ ഈ യൂട്യൂബ് നോക്കിയിരുന്ന് ഓരോ പ്രേയറും ചൊല്ലാറുണ്ട്. എനിക്കറിയില്ല ഈ ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയില്ല. യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാനിത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്.
ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ സാക്ഷ്യം കേട്ടപ്പോൾ പറഞ്ഞു, ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വിസ വന്നത്, അവർ പാസ്സായത്, IELTS കിട്ടിയത്, ഇങ്ങനെയൊക്കെ ഓരോന്ന് കേട്ടപ്പം എനിക്ക് തോന്നി ഈ ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനാണ് ഒരു ബ്യൂട്ടി പാർലർ നടത്തുവാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു, നിനക്കറിയോ ഉടമ്പടി എന്താണെന്ന്? അവൾ പറഞ്ഞു, എനിക്കറിയില്ല ചേച്ചി, നമുക്ക് ക്രിസ്ത്യൻസ്, ഞാനൊരു ഹിന്ദു മതത്തിൽ വിശ്വാസിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയില്ല ചേച്ചി, നമുക്കൊരു കാര്യം ചെയ്യാം, ആരെങ്കിലും ക്രിസ്ത്യൻസ് വരുവാണെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നതിന് ശേഷം